ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ രാത്രി നമ്മളെല്ലാം സെറ്റാക്കി പാത്രമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കിയാൽ നമുക്ക് രാവിലെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. എങ്ങാനും പാത്രങ്ങൾ കഴുകാൻ വിട്ട ദിവസമാണെങ്കിൽ അന്നത്തെ കാര്യം പോയി. സത്യം പറയാം കേട്ടോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ വന്ന് കാണുമ്പം അങ്ങനെ രാവിലെ എണീച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഇതാ മോള് പോവാട്ടോ. അപ്പോൾ ഓള് ഒരു ഗ്ലാസ് ചായ കൊടുത്തു, ഒരു ഗ്ലാസ് കുടിച്ചു. ഓള് രാവിലെ ഒന്നും കഴിക്കില്ല കേട്ടോ. അങ്ങനെ മോളിതാ മദ്രസയ്ക്കൊക്കെ പോയി. കുക്കൂസ് ഒരു 6:10 ആകുമ്പോൾ കേട്ടോ മദ്രസയ്ക്ക് പോവുക. ഇപ്പം അത്യാവശ്യം വെളിച്ചമൊക്കെ ഉണ്ട്. ചില സമയത്തിൽ തീരെ വെളിച്ചമില്ലാത്തൊരു സമയം ഉണ്ടല്ലോ, 6 മണി ആയാലും 6:30 ആയാലും ഒന്നും വെളിച്ചമില്ലാത്തൊരു സമയം ഉണ്ടല്ലോ. അങ്ങനെ ഓള് പോയി. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാച്ച്. എനിക്കൊരു ഗ്ലാസ് ചായയും കടിയും രാവിലെ മസ്റ്റ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ കടി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിച്ച്. അപ്പം ഇന്നിപ്പോൾ പൂരി ഉണ്ടാക്കണേ. ഇന്നലെ രാത്രി ആപ്പുക മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അയില എന്താ വെച്ചാൽ വണ്ടിക്കാർ വന്നിരുന്നു. അപ്പോൾ വണ്ടിക്കാരോട് മേടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ മീൻ കറിയും വെച്ചു. കുറച്ച് വെള്ളം പോലെ വെക്കൂലേ, നമ്മളെ കുറുകിയ കറിയല്ല, കുറച്ച് വെള്ളം പോലെ മീൻ കറി ഉണ്ടാക്കിയിട്ട് പിന്നെ പൂരി ഉണ്ടാക്കാൻ വെച്ച്. അപ്പോൾ നോക്കുമ്പോൾ മൈദ മിസ്സായി പോയതാട്ടോ. ഞങ്ങൾ നെക്സ്റ്റ് പോയപ്പോൾ മേടിച്ചിരുന്നു. അപ്പം മൈദേൻ്റെ കവറ് പൊട്ടിപ്പോയി. അപ്പം ചെറുതായി പൊട്ടിയപ്പം ഞാനും കുക്കും കൂടെ പോയിട്ട് ഒരു വലിയ കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തിട്ടു. എന്നിട്ട് ഞങ്ങൾ എന്താക്കി, അവിടെ എവിടെയോ വെച്ചു. ഞങ്ങളെ ട്രേയിലേക്ക് വെക്കാൻ മറന്നു തോന്നിട്ടാ. എവിടെയാണ് മിസ്സായത് അറിയില്ല. അപ്പം ബില്ലിലും ഇല്ല. ബില്ലിലുണ്ട്, നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ബില്ലിലില്ല. അപ്പോൾ എവിടെയോ മിസ്സായി പോയതാ. ഇങ്ങനെ അത് എന്താ പറയുക, മിസ്സായതുകൊണ്ട് വെറും ഗോതമ്പ് പൊടിയും കൊണ്ട് മാത്രം പൂരി ഉണ്ടാക്കുക വെച്ച്. അതുകൊണ്ട് ഗോതമ്പ് പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂടോടെ അങ്ങോട്ട് തിന്നല്ലാതെ ചൂടാറിയ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ടുട്ടൂന് മാത്രം ഞാൻ ഉണ്ടാക്കണത്. ബാക്കി അപ്പുക വരുമ്പോൾ പിന്നെ അപ്പുക എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ വലിയ പൂരി കേട്ടോ, നമ്മൾ ചപ്പാത്തീൻ്റെ അത്രയൊക്കെ വലിപ്പം അങ്ങനെ നല്ലോണം പരത്തിയിട്ട് അങ്ങനത്തെ നമ്മളെ എന്താ പറയുക ഹോട്ടലിലൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ വലിയ പൂരി കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ വലിയ പൂരി ഇഷ്ടം. അങ്ങനെ ഇതാ പൂരിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിൽ മീൻകറീൻ്റെ പരിപാടി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ ടുട്ടൂന് മീൻകറി ഓൻ രാവിലെ കൂട്ടുള്ളൂ. ഓൻ ഇപ്പം മദ്രസ വിട്ട് വന്നാലേക്ക് കൂട്ടുള്ളൂ. അപ്പം എന്താ പറയുക, ഇപ്പം ഓന് ചായയിൽ മുക്കിയിട്ട് തിന്നാം. അതുകൊണ്ട് ഇപ്പം കറീൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇതാ മോൻ എണീച്ച് ഓന് പല്ലൊക്കെ തേച്ച് ഓനക്കിതാ പിന്നെ വാരി കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടുട്ടൂൻ്റെ ഫ്രണ്ടും കൂടെ മദ്രസയ്ക്ക് പോയി. അതിൻ്റെ ഇടയിൽ ഇതാ മീനൊക്കെ മുറിച്ച് സെറ്റാക്കി കറിയൊക്കെ വെച്ചിട്ടോ. അപ്പോൾ അത്യാവശ്യം വെള്ളം പോലെ ആയിട്ടാണ് വെച്ചത്. ഇങ്ങനെ നല്ല രസമല്ല, നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാകുന്നൊരു കറിയില്ലേ, അതേപോലെ അടിപൊളി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കേക്കുള്ള ബാക്കിന് നോക്കണം. പിന്നെ മോൾക്ക് നല്ല കഫ്കെട്ടാണ്. അപ്പം ഞാൻ വൈത്തിരി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് പോകാൻ നിൽക്കണം. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കേക്കുള്ള പരിപാടിയൊക്കെ തീർത്ത് ഇതാ ഞങ്ങൾ മാറ്റി ഇറങ്ങിയിട്ടാണ്. പെട്ടെന്ന് വന്നതാട്ടോ കഫ്കെട്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും അങ്ങനെ പനിച്ചപ്പോൾ ഒന്നും മോനക്ക് അങ്ങനെ വലിയ ബാധിച്ചിട്ടില്ല. ഇപ്പം എല്ലാവരും പനിയൊക്കെ മാറിയപ്പോഴാണ് എനിക്കൊരു കഫ്കെട്ട് വന്നൊരു കുറുകുറു. അങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയി ഉറങ്ങുക കേട്ടോ. ആവിയൊക്കെ പിടിച്ച് എന്താ പറയുക മരുന്നൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു തളർച്ചയിൽ അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞൊരു 3 ദിവസത്തെ കാര്യങ്ങളാട്ടോ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ മോനക്ക് ഈ പറഞ്ഞ ദിവസം മോനക്ക് വയ്യാതായതുകൊണ്ട് നമ്മൾ വന്നിട്ട് വീഡിയോസ് എടുത്തില്ല. എനിക്ക് എല്ലാ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആക്കിയെന്ന് മാത്രം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പിറ്റേന്ന് മീൻസ് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്ന ഇന്നത്തെ മോർണിംഗ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വേറെ സംഭവമായിരുന്നു, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇതാ ഗ്രീൻ പീസ് കറിയും ദോശയായിട്ട് ഉണ്ടാക്കി. ഗ്രീൻ പീസൊക്കെ അടുപ്പത്ത് വെച്ചു സെറ്റാക്കി. അപ്പം വിസിലിന് എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ അതൊക്കെ ഊരി ജസ്റ്റ് അതിൻ്റെ കൈയൊക്കെ ഒന്ന് മുറുക്കി കൊടുത്തിട്ടാണ്. അതിൻ്റെ കൈ ഒന്ന് ലൂസായിരുന്നു. അപ്പോൾ അപ്പുറത്ത് കൂടെയൊക്കെ വിസിലിന് അതിൻ്റെ ആവിയെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്ത് പിന്നെ അരി അരച്ച് ശരിയാക്കണം. ഇന്നലെ ഒരു സംഭവമായിരുന്നു. ഇന്നലെ രാവിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോനക്ക് ശരിക്കും കുറയണില്ല. ഒരു മാതിരി നമുക്കൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെ കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, പണിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ പിന്നെ അപ്പൊക്കെ പറഞ്ഞു പിന്നെ നമുക്ക് നോക്കാം, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമുക്ക് റൂമിൽ പോയി കാണിക്കാം, പ്രൈവറ്റിൽ പോയി കാണിക്കാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പല്ലിയൊക്കെ ഇറങ്ങി വന്നപ്പോൾ മോനക്ക് കുറയില്ല. ഓനക്ക് ഒന്നാമത്തേത് വയറ്റിൽ നിന്ന് ശരിക്കും പോകണില്ല.
നമുക്കിത് മരുന്നൊക്കെ കുടിച്ച് പിന്നെ വയറ്റുന്നൊക്കെ കുട്ടിക്ക് പോയാലല്ലേ കഫവും കാര്യങ്ങളൊക്കെ ഇളകിപ്പോളും. അപ്പോൾ ഇവനക്കാണ് പോണില്ല, 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴേക്കാണ് മോനക്ക് പോണത്. അപ്പോൾ ഈ കഫം ഒന്ന് ഇളകി പോകണമല്ലോ, അത് പോകണേ ഇല്ല. അപ്പോൾ ഓനക്ക് കൂടി വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം, ഭയങ്കര കുറുകുറു. അപ്പോൾ നമുക്കൊരു ബേജാറാവുക. അപ്പം എന്തായി, ഞങ്ങൾ വെച്ചു എന്നാൽ വൈകുന്നേരം ഹോമിയോ പോവാൻ വിചാരിച്ച്. അപ്പോൾ ചുണ്ടയിൽ ടൗണിൽ ഹോമിയോ ഉണ്ട്. അങ്ങനെ ഹോമിയോ പോകണമെന്ന് വിചാരിച്ച് നിൽക്കും, വേണ്ട ഇനിയിപ്പോൾ ഇത്ര ആയതല്ലേ, ഹോമിയോ പോയാൽ ചിലപ്പം കുറയൂല വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി, നേരെ കൽപ്പറ്റയ്ക്ക് പോയി. കൽപ്പറ്റ അഫ്സൽ ഡോക്ടറെ കാണിക്കാൻ പോയി. കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ ഫൈസൽ ഡോക്ടറെ ഞങ്ങൾ പ്രതീക്ഷിച്ച് പോയത്. അപ്പോൾ സാറ് കോഴിക്കോടേക്ക് സ്ഥലം മാറിപ്പോയി പറഞ്ഞു. അങ്ങനെ അഫ്സൽ ഡോക്ടറെ കാണിച്ച് ഇപ്പം കാണിച്ച മരുന്നില്ലേ അതൊക്കെ സാറ് തന്നതാട്ടോ. അപ്പം അത് കൊടുത്ത് ഇന്നേക്ക് ഇപ്പോൾ അത്യാവശ്യം മാറ്റമുണ്ട് കേട്ടോ. മോനക്ക് വയറ്റുന്നൊക്കെ പോയി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കേക്ക് നെയ്ച്ചോറും ചിക്കൻ മുളകും ഇട്ടിട്ടാ ഞാൻ പൊരിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റിയില്ല. വേറെ കുറേ അല്ലറ ചില്ലറ പരിപാടി ഉണ്ട്, അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ചെറിയ ചെറിയ പുതപ്പൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ തിരുമ്പാൻ നിന്നപ്പോൾ നേരം വൈകി. അങ്ങനെ കുക്കുവിൻ്റെ കൂട്ടുകാരിൻ്റെ ഉമ്മ കൊടുത്തുവിട്ടേട്ടെ തുറമാങ്ങ. അപ്പോൾ അതിനൊരു കുഞ്ഞു കഷ്ണം എടുത്തു, പിന്നെ അച്ചാറും എടുത്തു, പിന്നെ അതൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന്. പിന്നെ മോനൊക്കെ ഉറങ്ങിയപ്പോൾ ഞാൻ വെച്ചാൽ അപ്പം ചുട്ടാലോ വിചാരിച്ചിട്ട്. അപ്പൊക്കെ തേങ്ങയും പഴമൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അപ്പം ചൂടാച്ച്, പിന്നെ അരി ഉണ്ടായിരുന്നു, അപ്പോൾ വേഗം അരിയൊക്കെ സെറ്റാക്കി അരച്ചു തേങ്ങയൊക്കെ വറുത്തത് കുയ്യപ്പം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ എന്താ കുയ്യപ്പം ഉണ്ടാക്കണേന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കുയ്യപ്പൊക്കെ ഉണ്ടാക്കി സെറ്റാക്കുന്നുണ്ട്. പിന്നെ നാളെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. നാളെ രാവിലെ മൈസൂർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഉണ്ടാക്കി വെച്ചാൽ രാവിലെ ഇവിടുന്ന് ഒരു 5 മണിയാകുമ്പോൾ ഏകദേശം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ മക്കൾസിന് ചായക്കും കൊടുക്കാമല്ലോ. ഞങ്ങൾ വന്നിട്ട് 2-3 സ്ഥലം പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ പ്ലാനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നല്ല മഴയായിട്ട് പിന്നെ നമ്മളിവിടെ വയനാട്ടിൽ ഉരുളൊക്കെ പൊട്ടിയില്ലേ, അപ്പോൾ അത് എന്താ പറയുക ഒഴിവാക്കി. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ സൂക്കേടും കാര്യങ്ങളും പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം ഇൻഷാ അള്ളാ നാളെ മുടക്കൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അപ്പം നാളെ മൈസൂർ പാപ്പുക്ക് പോകാനായില്ലേ, പാപ്പുക്ക് വരുന്ന വെള്ളിയാഴ്ച പോകും. അപ്പം ഇൻഷാ അള്ളാ അപ്പം എന്താ പറയുക നാളെ പോണ വീഡിയോസൊക്കെ സെറ്റാക്കാം. നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്, സപ്പോർട്ടാക്കണം. അതുപോലെ ലൈക്ക്, ഷെയർ, കമൻസൊക്കെ അറിയിക്കണം. ടാറ്റാ ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.